വെൽക്കം ടു CSEB ആസ്പിറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ സീരീസ് PDF ആയിട്ട് വേണമെന്നും മോഡൽ എക്സാം മാത്രം അവൈലബിൾ ആകുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. കോപ്പറേറ്റീവ് ലോയുടെ ക്രാഷ് കോഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ മോഡൽ എക്സാം കൊടുക്കുന്നത് കേട്ടോ. അതായത് 50 മോഡൽ എക്സാമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നു കേട്ടോ. മോഡൽ എക്സാം കുട്ടികൾ എഴുതി വരുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൂഗിൾ ഫോം വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ളത് നമ്മളിപ്പോൾ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ മോഡൽ എക്സാം നിങ്ങൾക്ക് ചെയ്യാനുള്ള നല്ലൊരു അവസരം തരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തു പഠിക്കുക. വളരെ ചെറിയൊരു ഫീസാണ് നമ്മളതിന് ഈടാക്കുന്നത്. 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കുക കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം വഴി ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ടും ചെയ്യാം. അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ PDF അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താഴെ PDF തെറ്റിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ PDF പോയിട്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ക്രാഷ് കോഴ്സിൻ്റെ കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ആണ്, എല്ലാവരും ചോദിക്കുന്ന കാരണം നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള ചോദ്യ പേപ്പറുകളാണ് അത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും അത് നന്നായി യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് 2024-25 ക്വസ്റ്റ്യൻസിൻ്റെ സീരീസാണ്. അപ്പോൾ ഈ സീരീസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 231ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി പറയുന്നത് കേട്ടോ. ദ പവർ ഓഫ് ആൻ ഓഡിറ്റർ, ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് എണ്ണം ഇതിൽ വന്നിട്ടുണ്ട്. ദ പവർ ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രൊവൈഡഡ് ഇൻ ഡാഷ് KCS ആക്ട് ആൻഡ് റൂൾസ് 1969 ആണ്. അതായത് ഓഡിറ്ററുടെ പവറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് KCS ആക്ടിൻ്റെ ഏത് ഭാഗത്താണെന്നാണ്. സെക്ഷൻ 63 കൊടുത്തിട്ടുണ്ട്, സെക്ഷൻ 64 ഉണ്ട്, റൂൾ 64 ഉണ്ട്, റൂൾ 65 ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 DCA എന്ന് പറയുന്നത് അല്ലേ. സോ 63 DCA എന്ന് തന്നെ പഠിക്കണം. 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA, പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. ഇത് മൂന്നും വരുന്നത് സെക്ഷൻ 64 കേട്ടോ. സെക്ഷൻ 63 എന്തായിരുന്നു? DCA ആണ്. സെക്ഷൻ 64 എന്തായിരുന്നു? സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. ഇത് മൂന്നും കൂടി ഉൾപ്പെട്ടതാണ് സെക്ഷൻ 64. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പവേഴ്സാണ്, ഓഡിറ്ററുടെ പവേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സെക്ഷൻ 64 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ എന്നാലും നമുക്ക് റൂളും കൂടി ജസ്റ്റ് നോക്കാം. റൂൾ 64 എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് എന്നാണ് കേട്ടോ. റൂൾ 64 ഓഡിറ്റാണ്. 64A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്ററാണ്. ഒരു ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്. പിന്നെ 64B ഉണ്ട്, അത് ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നതാണ്. സോ ആ ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ദ പവർ ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 64 ഓഫ് KCS ആക്ട് റൂൾസ് എന്നാണ് പഠിക്കേണ്ടത്. സെക്ഷൻ 64 ആണ്. അപ്പോൾ 63 DCA, 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA, പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. പിന്നെ റൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ 64ഉം 64Aയും 64Bയും ഉണ്ട്. 64 ഓഡിറ്റ്, 64A ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ, 64B ഓഡിറ്റ് റിപ്പോർട്ട്. ഇത്രയാണ് ഇതിൻ്റെ ഹെഡിങ് ഉള്ളത് കേട്ടോ. കണ്ടൻറ്റുകൾ ധാരാളം പഠിക്കാനുണ്ട്. സോ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗം നന്നായി റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ B ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. സെക്ഷൻ 64B ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ദ ഫസ്റ്റ് ബുക്ക് ദാറ്റ് ഈസ് ടേക്കൺ അപ്പ് ഫോർ വൗച്ചറിങ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൗച്ചറിങ്ങിന് ഏതാണ് ആദ്യം കൺസിഡർ ചെയ്യുന്ന ബുക്ക്? ക്യാഷ് ബുക്കാണോ, ലെഡ്ജറാണോ, ജേർണലാണോ, നൺ ഓഫ് ദി എബവ് ആണ്? ഏതാണെന്ന് നമുക്കറിയാം അല്ലേ, എളുപ്പമുള്ളതാണ്. അപ്പോൾ വൗച്ചിങ്ങിന് ആദ്യമായിട്ട് ഉപയോഗിക്കുക എന്താണ്? ക്യാഷ് ബുക്ക് തന്നെയാണ് ഉപയോഗിക്കുക. സോ ദ ഫസ്റ്റ് ബുക്ക് ദാറ്റ് ഈസ് ടേക്കൺ അപ്പ് ഫോർ വൗച്ചിങ് ഈസ് ക്യാഷ് ബുക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? A ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഈ താഴെ പറഞ്ഞിട്ടുള്ളത് ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിപ്പയേഴ്സ് ആണോ, ബോണസ് പെയ്ഡ് ആണോ, റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ആണോ, നൺ ഓഫ് ദി എബവ് എന്നാണ്
ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പിന്നെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിപ്പയേഴ്സ് ആണെങ്കിലും ബോണസ് പെയ്ഡ് ആണെങ്കിലും റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ആണെങ്കിലും എന്തല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല എന്നാണൊരു കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അവരുടെ ആൻസർ കീയിൽ റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. ശരിക്കും ഇവിടെ നൺ ഓഫ് ദി എബവ് ആണ് ആ ഒരു കേസിൽ നോക്കുമ്പോൾ വരേണ്ടത്. റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ആണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. സോ റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കാർട്ടേജ് ഇൻകേർഡ് ഓൺ അക്വയറിങ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കാർട്ടേജും കാരിയേജും അതൊക്കെ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസ് ഉണ്ടാവും അല്ലേ. അതെന്ത് എക്സ്പെൻഡിച്ചർ ആണെന്നാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും. അക്വയറിങ് പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്വയർ ചെയ്യാനാണ്. അപ്പോൾ തന്നെ നമ്മളത് ഏതിലെടുക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് എടുക്കുക. സോഡ് ഉത്തരമായിട്ട് വരും എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. ഓക്കെ, കാർട്ടേജ് ഇൻകേർഡ് ഓൺ അക്വയറിങ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഇനി ഇംപ്രസ്ഡ് സിസ്റ്റത്തെ കുറിച്ച് പറയാം. ഇംപ്രസ്ഡ് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ഫോർ. ഇംപ്രസ്ഡ് സിസ്റ്റം എന്തിനാണ് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ്സിനാണോ, അതോ മീഡിയം അണ്ടർടേക്കിങ്സ് ഉള്ളവർക്കാണോ, സ്മാൾ അണ്ടർടേക്കിങ്സ് ആണോ, നൺ ഓഫ് ദി എബവ്. അപ്പോൾ ധാരാളം ട്രാൻസാക്ഷൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ്സ് ആണ് ഇംപ്രസ്ഡ് സിസ്റ്റം സ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ എ ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക, ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ്സ്. അതായത് ഇംപ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംപ്രസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ്സിലാണ് സ്യൂട്ടബിൾ ആവുള്ളൂ. ചെറിയ സ്ഥാപനത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ദാറ്റ് എ കൺസൈനി ടെൻഡേഴ്സ് ടു ദ കൺസൈനർ ഈസ് ടേംഡ് ആസ്. കൺസൈനി കൊടുക്കുന്ന കൺസൈനറിനെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഏതാണെന്നാണ്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ്. കൺസൈൻമെൻറ്റ് നോട്ടാണോ, ക്രെഡിറ്റ് നോട്ടാണോ, ക്രെഡിറ്റ് നോട്ട് ഇതുമായി ബന്ധപ്പെട്ടതല്ല, അക്കൗണ്ട് സെയിൽസ് ആണോ, പിന്നെ നൺ ഓഫ് ദി എബവ്. അപ്പോൾ അക്കൗണ്ട് സെയിൽസ് ആണ് അതെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ദാറ്റ് കൺസൈനി ടെൻഡേഴ്സ് ടു ദ കൺസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനർക്ക് കൊടുക്കുന്നത് അക്കൗണ്ട് സെയിൽസ് ആണ്. അപ്പോൾ അക്കൗണ്ട് സെയിൽസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് സെൻഡ് ബൈ ദ കൺസൈനി ടു ദ കൺസൈനർ. എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്, ഗുഡ്സ് എന്തൊക്കെ വിറ്റു, അവരുടെ സെല്ലിംഗ് പ്രൈസ് എന്തായിരുന്നു, എക്സ്പെൻസ് എന്തൊക്കെ ഇൻകേർഡായി, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൺസൈനർ അറിയണമല്ലോ. കാരണം കൺസൈനറുടെ ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യണ കൺസൈനി ഇവിടെ. കൺസൈനിയുടെ കയ്യിലാണ് പ്രോഡക്ട്സ് ഉള്ളത്. സോ കൺസൈനി എന്തെല്ലാം വിറ്റു, ഇന്നതൊക്കെയാണ് സെല്ലിംഗ് പ്രൈസ് എന്നും, എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ടായി, എന്തൊക്കെ കമ്മീഷൻ ചാർജ് ചെയ്തു, അതൊക്കെ രേഖപ്പെടുത്തിയിട്ട് കൺസൈനർക്ക് അയക്കുന്നതാണ് എന്ത്, അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബാലൻസ് എമൗണ്ട് ഡ്യൂ ടു ദ കൺസൈനറും ഉണ്ടാവും. എല്ലാ വിവരങ്ങളും അടങ്ങിയതായിരിക്കും അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ. ഡിപ്രിസിയേഷൻ ഈസ് ആൻ അപ്രീസിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് നോട്ട് എ ചാർജ് ഓൺ ദ റിസർവ് എന്നാണ്. അപ്പോൾ അത് ശരിയല്ല അല്ലേ. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടുമോ, അപ്രിസിയേഷൻ ആവുമോ, ഇല്ല. പിന്നെ നോട്ട് എ ചാർജ് ഓൺ ദ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയും പറയാൻ പറ്റില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണെന്ന് പറയാം അല്ലേ. ഡിപ്രിസിയേഷൻ ഈസ് ആൻ അപ്രീസിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് എ ചാർജ് ഓൺ ദ റിസർവിൽ ചാർജ് ചെയ്യുന്നില്ല എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ഫോൾസ് ആണ്, തെറ്റായ ഉത്തരമാണത് കേട്ടോ. ഇനി ദ ഓഡിറ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലയബിൾ ടു ഡിസ്കസ്, അവരുടെ ഫൈൻഡിങ്സ് ഉണ്ടല്ലോ, അവരുടെ ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയണത്. ഓഡിറ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലയബിൾ ടു ഡിസ്കസ് ഹിസ് ഫൈൻഡിങ്സ്, അവരുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നൊരു ഓഡിറ്റർ ശരിക്കും പറയണം അല്ലേ. അവിടെ വിളിച്ചു ചേർത്ത്, ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് നമ്മൾ പറഞ്ഞു അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഡിസ്കസ് ചെയ്യണം അവരുടെ ഫൈൻഡിങ്സ് എന്തെല്ലാമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 64 എല്ലാ കണ്ടൻറ്റുകളും കേട്ടോ. അപ്പോൾ ഇവിടെ 64(5)(a) എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 64(5)(a) എന്താ പറയണത്, 5(a) പറയണത് ഓൺ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ് ആൻഡ് ബിഫോർ സബ്മിഷൻ ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ് ആണ്, എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ.
ടു ദ DCAക്കാണ് കൊടുക്കേണ്ടത്. ദ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ടേം ആരാ ചെയ്യുന്നത് വെച്ചാൽ അവർ ഓഡിറ്റിംഗ് ഫേം ആവാം, ഓഡിറ്റർ ആവാം, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ടീം ആവാം. ആസ് ദ കേസ് മേ ബി ഷോൾ ഡിസ്കസ് ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് ഡിസ്കസ് ചെയ്യും. ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുക? മാനേജിങ് കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി കൺസേൺഡ് ആൻഡ് ഗെറ്റ് ദെയർ റിപ്ലൈ ഇൻ റൈറ്റിംഗ്. എന്നിട്ട് അവരുടെ മറുപടി എഴുതി വാങ്ങും കൂടി വേണം. സോ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ. Auditor of a cooperative society is liable to discuss his findings as per 64(5)(a പ്രകാരമാണ്. അപ്പോൾ ഉത്തരം ഓൾറെഡി നമ്മൾ രേഖപ്പെടുത്തിയതാണ്. 64(5)(a)ലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അടുത്തത് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് RCMPU ഈസ് ഡൺ ബൈ. ആനുവൽ ഓഡിറ്റ് പെർഫോമൻസ് ഓഡിറ്റ് എങ്ങനെയാണ് കണ്ടക്ട്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അമെൻമെൻറ്റിൽ തന്നെ ഒരു ഭാഗം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലേ. 13ാമത്തെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ആക്റ്റിലും റൂളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ബൈലോസിലും RCMPൻ്റെ ബൈലോസിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു അപ്പെക്സ് സൊസൈറ്റിയാണ് അല്ലേ. ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് RMPUൻ്റെയാണ്, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെയാണ്. ഓക്കെ, അവരാണ് ആനുവൽ പെർഫോമൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് കേട്ടോ. സോ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് റീജിയണൽ കോപ്പറേറ്റീവ് RCMPU ആണ് അവർ ഡൺ ചെയ്യുന്നത് എന്താണെന്ന്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകളാണോ ചെയ്യുന്നത്, അതോ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സാണോ ചെയ്യുന്നത്? ഓഡിറ്റേഴ്സ് എംപാനൽഡ് ബൈ ദ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, നൺ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾ വേണം എന്ത് ചെയ്യാൻ? ഈ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കാൻ. സോ ആനുവൽ പെർഫോമൻസിൻ്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് RCMPയുടെ എന്താ ഉത്തരം വരിക? C ആണ് ഉത്തരം വരിക അല്ലേ. ഓഡിറ്റേഴ്സ് പാനൽഡ് ബൈ ദ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ആസ് വെൽ ആസ് ദ വെരിഫിക്കേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഹാസ് ബിക്കം പാർട്ട് ഓഫ് കോപ്പറേറ്റീവ്. രണ്ടും കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഭാഗമാണല്ലോ. കാരണം ഇൻഫർമേഷൻ സിസ്റ്റവും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ പരിശോധിക്കണം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ഹാർഡ്വെയർ ഉൾപ്പെടും, സോഫ്റ്റ്വെയർ ഉൾപ്പെടും. ഇതെല്ലാം ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ 64 കണ്ടൻ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏത് ഭാഗത്താണ് പറയണത്? അപ്പോൾ 64A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA, പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്, ഇതൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ 64 1A എന്താ നോക്കാം. ഇൻ കേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ബേസിലായിരിക്കും. കോമൺ സോഫ്റ്റ്വെയർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓർ എനി അതർ സോഫ്റ്റ്വെയർ അപ്രൂവ്ഡ്, അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ട് ഉള്ള എന്തായാലും മതി, അതായാലും കുഴപ്പമില്ല കേട്ടോ. രജിസ്ട്രാർ അപ്രൂവ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അത് ഓഡിറ്റ് ഇൻക്ലൂഡ്സ് ദ ഓഡിറ്റ് ഓഫ് ദ ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇവാലുവേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആസ് വെൽ ആസ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. 1B എന്താ പറയണത്? അപ്പോൾ ഇഫ് ഡ്യൂറിങ് ദ ഓഡിറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റവും ഇവാലുവേഷൻ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും അവരുടെ മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ്സ്, മാനിപ്പുലേഷൻസ് ഇൻ ദ വർക്കിംഗ് ഓഫ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ റിവീൽഡ്, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ DCAയോട് കൺസൾട്ട് ചെയ്ത് DCA രജിസ്ട്രാർ ഹിംസെൽഫ് ദ DCA ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ ഇൻഫോം ചെയ്യും മാനിപ്പുലേഷൻസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവരത് പോലീസിനോ വിജിലൻസ് ഓഫീസറിനോ ഒക്കെ കൈമാറും എന്നാണ് പറയണത്. സോ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ്, വെരിഫിക്കേഷൻ ഓഫ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ നടത്തിയത് 64 ആദ്യം പറഞ്ഞ 1A പ്രകാരമാണ്. സോ ഇവിടെ ഉത്തരമായിട്ട് വരും 64 1A ആണ് കേട്ടോ. ഇനി അടുത്തത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഈസ് ലയബിൾ ടു സബ്മിറ്റ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് വിത്തിൻ ഡാഷ് ഡേയ്സ് എൻഷുറിങ് ആക്യുറസി ഉറപ്പുവരുത്താനാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ്, ഡേറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 30 ആണോ 60 ആണോ 15 ആണോ നൺ ഓഫ് ദി എബോവ് ആണ്. അപ്പോൾ നമുക്ക് അറിയാം 15 ആണെന്ന്. 15 days എൻഷുറിങ് ഇറ്റ്സ് ആക്യുറസി ആണ്. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് ഫീ പേയബിൾ ബൈ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയാണ്?
7th ഇയറിൽ. അപ്പോൾ 6th ഇയർ വരെ അവർക്ക് എക്സംപ്റ്റഡ് ആണ്, 7th ഇയർ തൊട്ടിട്ട് അവർ അടയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മേജർ ബാർ വരുന്നത് നോ ഫീസാണോ അതോ 50 പൈസ ഫോർ എവറി 100 റുപ്പീസാണോ. വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 1 lakh ആണോ നൺ ഓഫ് ദി എബോവ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 50 പൈസ ഫോർ എവറി 100 രൂപ അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. സോ ആ ഉത്തരമാണ് വന്നിട്ടുള്ളത്, ഒന്ന് നന്നായി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, 50 പൈസ ഫോർ എവറി 100 റുപ്പീസ്. ഇനി CAAT എന്തിൻ്റെ ഷോർട്ട് ഫോം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്കാണ് CAAT എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്കാണ്. ഓക്കെ, ഇനി അടുത്തത് സൊസൈറ്റീസ് ഫ്ലോട്ടിംഗ്. അവരുടെ ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യണം, അവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ഫോർ വിച്ച് ദേ ആർ ഇഷ്യൂഡ്. അല്ലെങ്കിൽ പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ചെയ്യാം, ബാഡ് ഡെറ്റ് റിസർവ്, സിങ്കിങ് ഫണ്ട്, റിഡംഷൻ ബോണ്ട്, നൺ ഓഫ് ദി എബോവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൊസൈറ്റീസ് ഫ്ലോട്ടിംഗ് ഡിബഞ്ചേഴ്സ് ഇറക്കുകയാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിങ്കിങ് ഫണ്ടാണ്, സിങ്കിങ് ഫണ്ട് ആണ് അതിന് പറയുന്ന പേര്. ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ചെയ്ത് ആ എൻഡ് ഓഫ് ദ പീരിയഡിൽ ഇഷ്യൂ ചെയ്യുമ്പം അത് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഫ്ലോട്ടിംഗ് ഡിബഞ്ചേഴ്സ് ആക്കി മാറ്റുക അല്ലേ. അപ്പോൾ അതിനെയാണ് പറയുന്നത് സിങ്കിങ് ഫണ്ട് എന്ന് പറയുക. സോ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് സിങ്കിങ് ഫണ്ട് എന്താണെന്ന് നോക്കാം. സിങ്കിങ് ഫണ്ട് ഈസ് എ റിസർവ് ക്രിയേറ്റഡ് ബൈ സൊസൈറ്റീസ് അല്ലെങ്കിൽ കമ്പനീസ് ടു അക്കുമുലേറ്റ് ഫണ്ട്സ് ഓവർ ടൈം ഫോർ ദ പർപ്പസ് ഓഫ് റിഡീമിങ്ങിന് വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് റിഡീം ചെയ്യാൻ. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ദ സൊസൈറ്റി ഹാസ് ഇനഫ് മണി അവൈലബിൾ വെൻ ദ ഡിബഞ്ചേഴ്സ് ബിക്കം ഡ്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, IGST എന്തിൻ്റെ ഫുൾ ഫോം ആണെന്ന്. IGST B ആണ് കേട്ടോ, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 245 വരെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.